ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ഡാമനിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. വഡോദര മുംബൈ എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിലും മൂലധന നേട്ടത്തിലും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഒമാനിലെ മിന അൽ ഫഹൽ ക്രൂഡ് ഓയിൽ ടെർമിനലിന് സമീപം വൻ സ്ഫോടനം. ടെർമിനലിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നിർത്തിവച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ഡാമനിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സൂറത്തിൽ നടക്കുന്ന ചടങ്ങിൽ വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. ദേശീയപാത 56 4 വരിയാക്കുന്നതിന്റെ ശിലാസ്ഥാപനം ഉൾപ്പെടെ 18,800 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അദ്ദേഹം ഗുജറാത്തിൽ തുടക്കം കുറിക്കുക. ഡാമനിൽ നമോ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ, നമോ ആശുപത്രി എന്നിവ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഡാമനിലെ NIFT ക്യാമ്പസിന്റെ തറക്കല്ലിടലടക്കം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുക. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് 885 കോടി രൂപയുടെ പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കമാകും. കൽപ്പേനി, കടമത്ത് ദ്വീപുകളിലെ തുറമുഖ സൌകര്യങ്ങളുടെ വികസനം ഇതിൽ ഉൾപ്പെടുന്നു. 300 മീറ്റർ വരെ നീളമുള്ള ക്രൂയിസ് കപ്പലുകൾ ഉൾപ്പെടെ വലിയ യാത്രാ കപ്പലുകൾ വർഷം മുഴുവനും നങ്കൂരമിടാൻ സഹായിക്കുന്ന വിധത്തിലാണ് ഇവിടെ സംവിധാനമൊരുക്കുന്നത്. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. തുടർച്ചയായ രണ്ടാം തവണയാണ് അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ RBI പണനയം പ്രഖ്യാപിക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ GDP വളർച്ചാ നിരക്ക് 6.9% നിന്ന് 6.6% കുറയുമെന്നും RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം 4.6 നിന്ന് 5.1% ഉയരുമെന്നാണ് റിസർവ് ബാങ്ക് വിലയിരുത്തൽ. Let me at the very outset emphasize that the Indian economy entered this episode of global turbulence with much better fundamentals than in previous similar episodes. After a detailed assessment of the evolving macroeconomic and financial developments and the outlook, the MPC voted unanimously to keep the policy repo rate under the LAF unchanged at 5.25%. ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ വരും തലമുറകൾക്കായി ആരോഗ്യകരമായ ഭാവി കെട്ടിപ്പടുക്കാൻ ഓരോ പൌരനും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കുമുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്ന ദിനമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏക് പേഡ് മാ കെ നാം ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾ പ്രതിവർഷം 1.1 ലക്ഷത്തോളം ഹെക്ടർ വനവൽക്കരണം സാധ്യമാക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഹരിത ഇന്ത്യയ്ക്കായി നാം പ്രതിജ്ഞ ചെയ്യണമെന്ന് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അഭ്യർത്ഥിച്ചു. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ശിവരാജ് സിംഗ് ചൌഹാൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്നു. കേരളത്തിലും ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ നടന്നു. വനം വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഷിബു ബേബി ജോൺ നിർവഹിച്ചു. വനമേഖലകൾക്ക് സമീപമുള്ള ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇത്തരം മേഖലകളിൽ നിരീക്ഷണത്തിനായി ക്യാമറകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വനത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കർശനമായി തടയാൻ പരിശോധന ഉറപ്പാക്കിയതായും ശ്രീ ഷിബു ബേബി ജോൺ വ്യക്തമാക്കി. ഇത്തരം സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ട് ക്യാമറ സ്ഥാപിക്കാനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ വകുപ്പ് പ്രകാരം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനും ഉള്ള തീരുമാനം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. വനത്തിനകത്തൂടെ സഞ്ചരിക്കുമ്പോൾ അത് പെരിയാർ ടൈഗർ റിസർവ് ആണെങ്കിലും പല വനങ്ങളിലൂടെ റോഡുകളുണ്ട്, റോഡുകളല്ലാതെ സന്ദർശകർ കയറുന്നുണ്ട്. ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പന്നങ്ങൾ വനത്തിനകത്തേക്ക് അനുവദിക്കുന്നതായിരിക്കത്തില്ല. അത് ഹൈവേയിൽ കൂടിയാണെങ്കിലും ശരി, അതിന് പരിശോധനയുണ്ടാകും.
വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിലും മൂലധന നേട്ടത്തിനും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഈ വർഷം ഏപ്രിൽ 1 മുതൽ ഇളവ് ബാധകമാണെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ നീക്കത്തിലൂടെ സാധിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 12ാം ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ വെരിഫിക്കേഷൻ, പുനർമൂല്യനിർണ്ണയം എന്നിവയ്ക്കായി പരാതി പരിഹാര പോർട്ടലിലൂടെ 70,000 അപേക്ഷകൾ ലഭിച്ചതായി CBSE. മാർക്ക് വെരിഫിക്കേഷനുള്ള 7,314 അപേക്ഷകളും പുനർമൂല്യനിർണ്ണയത്തിനുള്ള 63,000-ലധികം അപേക്ഷകളുമാണ് ലഭിച്ചത്. ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനായി ചൊവ്വാഴ്ചയാണ് CBSE റീവാലുവേഷൻ പോർട്ടൽ ആരംഭിച്ചത്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. കേസിൽ തുടർ നടപടി വിലയിരുത്തുന്നതിനായി ED ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേരുകയാണ്. കർണാടക ജലവിഭവ മന്ത്രി രാമലിംഗ റെഡ്ഡി മന്ത്രിസ്ഥാനം രാജിവെച്ചു. ബംഗളൂരു വികസന വകുപ്പ് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും പകരം ജലവിഭവ വകുപ്പ് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് രാജി. നിയമസഭാംഗമായി പ്രവർത്തിക്കുമെന്നും കോൺഗ്രസ് പാർട്ടിയിൽ തുടരുമെന്നും അദ്ദേഹം ബംഗളൂരുവിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാമലിംഗ റെഡ്ഡിയുമായി വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി DK ശിവകുമാർ വ്യക്തമാക്കി. തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ K. അണ്ണാമലൈ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജി അംഗീകരിച്ചു. സംസ്ഥാനത്ത് കാലവർഷം എത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മസ്കറ്റിലെ മിന അൽ ഫഹൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ടെർമിനലിന് സമീപമുണ്ടായ വൻ സ്ഫോടനത്തെ തുടർന്ന് ഇവിടെ നിന്നുള്ള അസംസ്കൃത എണ്ണ കയറ്റുമതി നിർത്തിവെച്ച് ഒമാൻ. ഡ്രോൺ ആക്രമണമാണ് സ്ഫോടനത്തിന് കാരണമെന്ന് കരുതുന്നെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ടാങ്കറുകളിലേക്ക് ക്രൂഡ് ഓയിൽ കയറ്റുന്ന ബർത്തുകൾക്ക് സമീപമാണ് സ്ഫോടനം നടന്നത്. ഒമാന്റെ എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്നത് മിന അൽ ഫഹൽ ടെർമിനലിലൂടെയാണ്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇറാനുമായി ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ആണവായുധം സംഭരിക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ഇറാന്റെ ആണവ പദ്ധതി, പ്രാദേശിക സുരക്ഷ എന്നിവ സംബന്ധിച്ച് ദീർഘകാല കരാറിലെത്താനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്കിടയിലാണ് ട്രംപിന്റെ പരാമർശം. ഇന്ത്യ റഷ്യ നയതന്ത്ര പങ്കാളിത്തം സുദൃഢമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യയുമായുള്ള സഹകരണം കുറയ്ക്കാൻ ഇന്ത്യയെ നിർബന്ധിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ നിരർത്ഥകമാണെന്ന് പുടിൻ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെയും സ്വതന്ത്ര വിദേശ നയത്തെയും അദ്ദേഹം പ്രശംസിച്ചു. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടൽ റഷ്യയുമായുള്ള ബന്ധത്തെ ദുർബലപ്പെടുത്തുന്നില്ലെന്നും റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലക്സ് ഫ്യൂവൽ യാത്രാവിമാനം പുറത്തിറക്കി വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്നാണ് വാഹനം പുറത്തിറക്കിയത്. സാധാരണ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെട്രോളിലും എഥനോളിലും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന എഞ്ചിനുകളാണ് ഫ്ലക്സ് ഫ്യൂവൽ വാഹനങ്ങളിലുള്ളത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ഈ മാസം 23 നടക്കുന്ന 2ാമത് സിവിൽ ഇൻവെസ്റ്റിഗേറ്റ് ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ഡാമനിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. വഡോദര മുംബൈ എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിനും മൂലധന നേട്ടത്തിനും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഒമാനിലെ മിന അൽ ഫഹൽ ക്രൂഡ് ഓയിൽ ടെർമിനലിന് സമീപം വൻ സ്ഫോടനം. ടെർമിനലിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നിർത്തിവച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.